ശ്രീമന്നാരായണീയം ദശകം 5 വിരാട് പുരുഷോൽപത്തി. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വൃത്തം ശാർദൂല വിക്രീഡിതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസംവിരുദ്ധ വികൃതൗ ത്വയ്യാഗതായാം ലയം. നോ മൃത്യുച്ഛതദാമൃതം ച സമഭൂത് നാഗ്നോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിക്ഷ്യഥാ കില പരാനന്ദ പ്രകാശാത്മനാ. പ്രാഗ് പണ്ട്, പ്രാകൃത പ്രക്ഷയെ മഹാപ്രളയത്തിങ്കൽ, പണ്ട് മഹാപ്രളയമുണ്ടായ ആ സമയത്ത് മായായാം ഗുണസാമ്യരുദ്ധ വികൃതവും, മായ ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരമുള്ളതായിട്ട്. ഗുണസാമ്യം എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾ, സത്വഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളും ഒരേ അളവിൽ വരിക. ആ സമയത്ത് മായയ്ക്ക് ഒരു പ്രവർത്തനം ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മായ ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരമുള്ളതായിട്ട്, അതായത് ഒരു പ്രവർത്തനവും ഇല്ലാതെ, ഒരു ചേഷ്ടയും ഇല്ലാതെ 3 ഗുണങ്ങളും ഒരേ അളവിൽ നിൽക്കുന്നതായ ആ മായ. ത്വയി ലയം ആഗതായാം, ത്വയി അങ്ങയിൽ, ലയം ലയിക്കുക, ലയത്തെ, ആഗതായാം പ്രാപിച്ചതായി തീർന്നപ്പോൾ, ഇവിടെ ഭഗവാനിലേക്ക് ലയിച്ച് തീർന്നപ്പോൾ, ഒരു വികാരവും ഇല്ലാതെ ഇരിക്കുന്ന ഈ മായ ഭഗവാനിലേക്ക് ലയിച്ചു പോയി. വ്യക്ത അവ്യക്തം ഇതം, സ്ഥൂലമായും സൂക്ഷ്മമായും, വ്യക്തം സ്ഥൂലം, അവ്യക്തം സൂക്ഷ്മം, സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും ഉള്ള ഇതം, ഇത്, ഈ പ്രപഞ്ചം, കിഞ്ചിത് ന അഭവത്, ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവിടെ വ്യക്തമായിട്ടോ അവ്യക്തമായിട്ടോ ഉള്ള, അതായത് വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും ഉള്ള ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നേയില്ല. തഥാ മൃത്യു, അക്കാലത്ത് മൃത്യുവോ മരണമോ, അമൃതം മൃത്യുച്ച, മൃത്യുവോ, അമൃതം ച അമൃതമോ, അതായത് മോക്ഷമോ, നോ സമഭൂത്, ആ സമയത്ത് മരണമുണ്ടായിരുന്നില്ല, മോക്ഷമുണ്ടായിരുന്നില്ല. സ്ഥിതി ന, പകലിൻ്റെ സ്ഥിതിയില്ല, അതായത് പകലില്ല. രാത്രി സ്ഥിതി ന, രാത്രിയുമില്ല, രാത്രിയുമില്ല പകലുമില്ല, ദിനരാത്രങ്ങളൊന്നും ഇല്ല. തത്ര ത്വം, ആ കാലഘട്ടത്തില്, ത്വം അവിടുന്ന്, പരാനന്ദ പ്രകാശാത്മന, പ്രകാശസ്വരൂപനായും ഏകനായും, അശിഷ്യത കില, അവശേഷിച്ചു പോൽ, ഭഗവാൻ മാത്രം ഇവിടെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്വരൂപത്തോടു കൂടിയവനായിട്ടും ഏകനായിട്ടും അവശേഷിച്ചു. ഭഗവാൻ മാത്രം അവശേഷിച്ചു, വേറെ ഒന്നും തന്നെ ഇല്ല. മഹാപ്രളയം വന്ന ആ സമയത്ത് മായ 3 ഗുണങ്ങളും ഒരേ അളവിൽ വന്നതുകൊണ്ട് ഒരു വികാരവും ഇല്ലാതെ, ഒരു ചേഷ്ടകളും ഇല്ലാതെ ഭഗവാനിലേക്ക് ലയിച്ചു. ആ സമയത്ത് ഇവിടെ വ്യക്തമായിട്ടോ അവ്യക്തമായിട്ടുമുള്ള പ്രപഞ്ചം, ഈ പ്രപഞ്ചമേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മരണമോ മോക്ഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പകലില്ല, രാത്രിയില്ല,
അപ്പൊ പിന്നെ എന്താണ് അവിടെ ഉണ്ടായിരുന്നത്? ആകെ അവശേഷിച്ചത് പരമാനന്ദ സ്വരൂപനും പ്രകാശ സ്വരൂപനുമായിട്ടുള്ള ഭഗവാൻ മാത്രം അവിടെ ഏകനായിട്ട് അവശേഷിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.